എങ്ങോട്ടാന്ന് ഇറങ്ങിപ്പോന്ന്? കണ്ടിടത്തോളം കാഴ്ചയെല്ലാം മതി, അടങ്ങി കിടക്കാടാ. മരുന്നെല്ലാം സമയത്ത് കഴിക്കലുണ്ടാ? വേണേ കഴിച്ചാൽ മതി, എനക്ക് നിർബന്ധമൊന്നുമില്ല. എനിക്ക് വാ. നോക്ക്. വാ. അടിയിരിക്കേ. ആ നാലഞ്ച് കൊല്ലായി മുറിയിൽ. എനിക്കെല്ലാം മടുത്തു. ജീവനങ്ങ് പോയി കിട്ടണ്ടേ? അത്ര പെട്ടെന്നൊന്നും പോവില്ല. ചെയ്തതിൻ്റെ എല്ലാം അനുഭവിക്കാണ്ട് അങ്ങനെ രക്ഷപ്പെടാമെന്ന് ആരും വിചാരിക്കണ്ട. ഞാനെന്ത് ചെയ്തു എന്നാ പറയണേ? നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ ഒറ്റ ഒരുത്തൻ കാരണമാണ് എൻ്റെ ജീവിതം പോലും നായി നോക്കി. കുറെ കാലം എന്നോട് ഞാൻ പറയുന്നത് എന്നോട് കളിക്കണ്ടാന്ന്. ഇറങ്ങി പോകുന്നത് നീ എന്നെ പിടിച്ചിറക്കണം. എന്താ പറ്റിയത്? എവിടെന്ന് വെച്ചാ പോയിക്കോ. പോ, ഇറങ്ങിപ്പോ. ഇറങ്ങി പോവല്ലേ പറഞ്ഞത്? നിങ്ങളെക്കുറിച്ച് നല്ലതൊന്നും ഓർക്കാനില്ല. ബുദ്ധി ഓർക്കും മുമ്പ് ചെയ്യാവുന്നതിലേറെ ദ്രോഹം ചെയ്ത് നിങ്ങൾ അങ്ങോട്ടോ പോയി. ഒടുവിൽ അമ്മയും മരിച്ചു കഴിഞ്ഞ് എഴുന്നേറ്റ് നടക്കാൻ വയ്യാതായപ്പോൾ മക്കളെ തേടി വന്നിരിക്കുന്നു ഒരച്ഛൻ. നിന്റെ അമ്മ പറഞ്ഞ് കേട്ടത് മാത്രമേ നിനക്കുള്ളൂ. ഇനിയിപ്പോ അതൊന്നും തിരുത്താനും മാറ്റാനൊന്നും ഞാനില്ല. പക്ഷേങ്കില് എല്ലാറ്റിനും മറുവശമുണ്ട്. നിന്റെ അമ്മ പറഞ്ഞതിനൊക്കെ ഒരു മറുവശമുണ്ട്. എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ എന്താന്ന് വെച്ചാൽ ചെയ്തോ. വാ മോനെ, ഞാൻ പോവും എൻ്റെ വീട്ടിലേക്ക്. എനിക്ക് പറ്റൂല. ഒരു ഭർത്താവ് ഉദ്യോഗം മടുത്തു.
എല്ലാറ്റിനും ഒരു മറുവശമുണ്ട്. നിന്റെ അമ്മ പറഞ്ഞതിനൊക്കെ ഒരു മറുവശമുണ്ട്. ഞാനില്ലാണ്ടായാലും എപ്പോഴെങ്കിലും നീ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക്. മൊത്തത്തില് ആരും ശരിയല്ല, തെറ്റുമല്ല. ഓരോരുത്തരും അവരവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മറ്റുള്ളവരെ കാണുന്നു.